അടുത്തിടെ ഒരു സ്വർണ്ണക്കടയുടെ പരസ്യത്തിനു വേണ്ടി കണ്ടാഭരണവും അണിഞ്ഞ് സ്ത്രൈണഭാവത്തോടെ നിൽക്കുന്ന മോഹൻലാൽ ആരെയും കൊതിപ്പിക്കുന്ന പ്രകടനമായിരുന്നു നടത്തിയത്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അംഗീകാരങ്ങളുടെ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞു കഴിഞ്ഞ മോഹൻലാൽ ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും കണ്ടാഭരണമാക്കിയിരിക്കുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് 2023 ഫാൽക്കെ അവാർഡ്. പ്രിയപ്പെട്ട ലാൽ, താങ്കൾ അഭിനയ രംഗത്തെ തമ്പുരാനായി, ഒടിയനായി, പുലിമുരുകനായി, മലയാള സിനിമയുടെ സ്പിരിറ്റായി, മലയാളിയുടെ ലാലേട്ടനായി തുടരുമെന്ന് ആശംസിക്കുന്നു ഹൃദയപൂർവ്വം. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഫാൽക്കെ അവാർഡ് ഒരിക്കൽ കൂടി മോഹൻലാലിലൂടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 5 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ ബഹുമതികൾ എന്നിവയ്ക്ക് പിന്നാലെയാണ് ഫാൽക്കെ കിരീടധാരണം. 1960 മെയ് 21 മോഹൻലാലിന്റെ ജനനം. 1978 18ാമത്തെ വയസ്സിൽ സിനിമയിലെ ജനനം. അക്കൊല്ലം കൊല്ലത്തെ കൃഷ്ണ തിയേറ്ററിൽ ഒരു ഷോ മാത്രം പ്രദർശിപ്പിച്ച് പെട്ടിയിലായ തിരനോട്ടം എന്ന ചിത്രത്തിലായിരുന്നു ആദ്യ അഭിനയം. പ്രീ ഡിഗ്രി പഠനകാലത്ത് കൂട്ടുകാരുമൊത്ത് നിർമ്മിച്ച ആ ചിത്രത്തിൽ ബുദ്ധിമാന്യമുള്ള കുട്ടപ്പൻ എന്ന കഥാപാത്രത്തെയാണ് ലാൽ അവതരിപ്പിച്ചത്. 1980 മഞ്ഞിൽ വിരിഞ്ഞ് പൂക്കൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് വില്ലനായിട്ടായിരുന്നു. പക്ഷെ പിറന്നത് നായകനായിരുന്നു. തൊട്ടടുത്ത വർഷം 8 സിനിമകളിൽ വേഷമിട്ടു. 82 14, 83 26 സിനിമകളിൽ അഭിനയിച്ച ലാലേട്ടനായി വളരുകയായിരുന്നു. ഹിന്ദി ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം മികവ് തെളിയിച്ചു. സിനിമയ്ക്ക് പുറമെ നാടകം, സിനിമാ വ്യവസായം, നിർമ്മാണം, സംവിധാനം, പരസ്യചിത്രങ്ങൾ, ഗാനാലാപനം തുടങ്ങിയ രംഗങ്ങളിലും മികവ് തെളിയിച്ചു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രൻ, പഞ്ചാഗ്നിയിലെ റഷീദ്, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ, നാടോടിക്കാറ്റിലെ ദാസൻ, തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ, മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി, ചിത്രത്തിലെ വിഷ്ണു, കിരീടത്തിലെ സേതുമാധവൻ, ഭരതത്തിലെ ഗോപി, പാദമുദ്രയിലെ മാതുപ്പണ്ടാരവും കുട്ടപ്പനും, ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, ഇരുവരിലെ ആനന്ദൻ, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ, തന്മാത്രയിലെ രമേശൻ നായർ, പരദേശിയിലെ വലിയകത്ത് മൂസ, താഴ്വാരത്തിലെ ബാലൻ, താളവട്ടത്തിലെ വിനോദ്, സ്ഫടികത്തിലെ ആടുതോമ, തുടരുമെന്ന ചിത്രത്തിലെ ബെൻസ്, ഹൃദയപൂർവ്വത്തിലെ സന്ദീപ്. മോഹൻലാലിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. മലയാളത്തിന്റെ അഭിമാനമായ മമ്മൂട്ടിയുടെ വാക്കുകളാണ് പ്രസക്തം. അർഹിച്ച ബഹുമതിയാണ് മോഹൻലാലിന് ലഭിച്ചത്. സിനിമ ജീവശ്വാസമാക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത യഥാർത്ഥ കലാകാരനുള്ളതാണ് ഫാൽക്കെ അവാർഡ്. ഈ കിരീടത്തിന് ലാൽ, നിങ്ങൾ ശരിക്കും അർഹനാണ്. എന്താണ് മോഹൻലാൽ എന്ന നടൻ എന്ന കാതലായ ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലുണ്ട്. ഇട്ടിമാണിയിൽ മാർഗംകളിയും കമലദളത്തിൽ നൃത്തവും വാനപ്രസ്ഥത്തിൽ കഥകളിയും അവതരിപ്പിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല, പക്ഷെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഇവയെല്ലാം ആവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടെത്തി. ഒരു അഭിനേതാവിന്റെ ഏറ്റവും വലിയ ആനന്ദവും സൗഭാഗ്യവും ഇത്തരത്തിലുള്ള പരകായ പ്രവേശങ്ങളും അതിന്റെ അനുഭവങ്ങളുമാണ്. പുരുഷനും സ്ത്രീയും ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ എല്ലാ വേഷങ്ങളും ഒറ്റ ശരീരത്തിന്റെ ചുറ്റളവിൽ അയാൾ സാധ്യമാക്കുന്നു. ഇതിനർത്ഥം ഇവയെല്ലാം നമ്മളിൽ ഉണ്ട് എന്നാണ്. 4.5 പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ പരീക്ഷണങ്ങളിലൂടെ സാധ്യമാക്കിയ ഈ പരകായ പ്രവേശത്തിന്റെ മിന്നലാട്ടം ലാൽ അടുത്തിടെ അഭിനയിച്ച ജ്വല്ലറി പരസ്യത്തിലുമുണ്ട്. ഒരു നെക്ലസ് അണിഞ്ഞ് സ്ത്രീയെപ്പോലെ നൃത്തം ചെയ്യുന്ന ലാൽ നിമിഷങ്ങൾക്ക് മുൻപ് പുരുഷനായിരുന്നു. ഒടുവിൽ ഒരു അർദ്ധനാരീശ്വരനായി പറയുന്നു, ആരും കൊതിച്ചുപോകും. ദേശഭേദമില്ലാതെ ചലച്ചിത്ര ലോകം കൊതിച്ചുപോകുന്നൊരു വിസ്മയമാണ് മോഹൻലാൽ. എന്നിട്ടും ഈ മഹാനടനെ ലാലേട്ടൻ എന്ന് വിളിക്കാൻ മലയാളി എന്ന സ്വത്വത്താൽ നാം അവകാശമുള്ളവരായി. ആ ലാഘവത്വം സിനിമാ പ്രേമികൾക്ക് ഈ പുരസ്കാരവേളയെ കൂടുതൽ പ്രിയതരമാക്കുന്നു. പ്രിയപ്പെട്ട ലാൽ, വെറും 19 വർഷത്തെ സിനിമാ പ്രവർത്തനത്തിലൂടെ പ്രതിഭ തെളിയിച്ച ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവായ ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരം നാളെ താങ്കളിലേക്ക് എത്തുകയാണ്. ഈ പുരസ്കാരത്തിന്റെ ആനന്ദം സമാന്തരമായി സമ്മാനിക്കുന്ന ഉത്തരവാദിത്ത ഭാരം നിങ്ങളിലുള്ളതും പുറത്തെടുക്കാനിരിക്കുന്നതുമായ സൃഷ്ടികളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ദേഹീദേഹ ചുറ്റളവുകളിലേക്ക് അവയെ അഭിനയക്രിയകളാൽ ആവാഹിച്ചു വരുത്തുക. ആശംസകൾ, അഭിനന്ദനങ്ങൾ.